വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തേടി പത്മഭൂഷൺ എത്തുന്നു. വെള്ളാപ്പള്ളിയുടെ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. അദ്ദേഹം വാർത്തകളിൽ സമീപകാലത്ത് നിറഞ്ഞത് അത്രയും വിവാദ വിഷയങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ചും വിദ്വേഷ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, അത് തുടരുന്ന ഘട്ടം നമ്മൾ കണ്ടു. പലപ്പോഴും വിവാദമായപ്പോഴും ഒക്കെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കാതെ അതിൽ തന്നെ തുടരുന്നത്, ഇപ്പോൾ സമീപ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം അത് ആവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയാണ്. അതിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശനെ തേടി കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം എത്തുമ്പോൾ അതുവഴി കേന്ദ്രം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശ ലക്ഷ്യം എന്താണ്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തും കൂടിയാണ് ഈ പ്രഖ്യാപനം എന്നതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ സുമോദ്, വെള്ളാപ്പള്ളിയാണെങ്കിൽ നിലവിൽ ഒരു CPM ലൈൻ എടുത്തുകൊണ്ടാണ് ഈ നിലവിൽ മുന്നോട്ട് പോകുന്നത്. BDJS പക്ഷേ അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടെ മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. അത് NDA ഘടകകക്ഷിയാണെങ്കിൽ കൂടിയും. പക്ഷേ റീസെൻ്റ്ലി അദ്ദേഹം എടുക്കുന്ന നയനിലപാടുകൾ മുഴുവൻ CPMന് അനുകൂലമായ നയനിലപാടാണ്. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഈ പത്മ പുരസ്കാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സിനെ എങ്ങനെ കാണണം? ഇപ്പോൾ സാധാരണ ഇതുപോലെ ഈ പത്മ പുരസ്കാരങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഒരു സമർപ്പിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ഒരു 10 വർഷമായി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തരത്തിലുള്ള ഈ പത്മഭൂഷൺ പ്രഖ്യാപനം ഇതിനകം തന്നെ വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഇതിനകം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഈ സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവനകൾ പോലും ഈ പേര് നോക്കി തന്നെയാണ് പലപ്പോഴും വിജയിക്കുന്നത് അടക്കമുള്ള ഈ വിഭാഗീയത നിറഞ്ഞ പ്രസ്താവനകൾ അദ്ദേഹം തിരുത്തിയത് പോലും, അത് അദ്ദേഹത്തിലെ ഖേദം പ്രകടിപ്പിച്ചത് പോലും ശരിയായില്ല എന്ന ഒരു കടുത്ത വർഗീയപരമായിട്ടുള്ള നിലപാട് എടുത്ത വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. മാത്രമല്ല സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്, ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത ശക്തമായ നിലപാടുകൾ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഒരു ബഹുമതിയാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. കാരണം ഇത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. ഈ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചാൽ നിരവധി ആനുകൂല്യങ്ങൾ തന്നെ ഇവർക്ക് ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ്. പലപ്പോഴും ഈ വിമാനത്തിൽ പകുതി ടിക്കറ്റിനുള്ള തുക നൽകിയാൽ മതി എന്ന് തുടങ്ങി അതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. സമൂഹത്തിൻ്റെ ഏത് തട്ടിലും സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേശീയതലത്തിലും ഒരു പരിഗണിക്കപ്പെടുന്ന ഒരു പേര് തന്നെയായിരിക്കും പിന്നീട് ഈ പത്മശ്രീ പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്നവർക്കുണ്ടാകുക. ആ തരത്തിലുള്ള ഒരു ബഹുമതി, അതായത് സമൂഹത്തിനെ പിന്നോട്ട് നയിക്കുന്നവർക്കല്ല, സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നവർക്ക് ഒരു നിസ്തുലമായ സംഭാവന, അവരുടെ ജീവിതകാലം കൊണ്ട് അവർ കഴിവ് തെളിയിച്ച് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകുകയും സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പോക്കിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തികൾക്കാണ് സാധാരണ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള ഈ ബഹുമതികൾ നൽകുന്നത്. ആ ബഹുമതിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് എന്തുകൊണ്ട് ഈ VSന് പത്മഭൂഷൺ നൽകിയ VSൻ്റെ ഒരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഈ മനുഷ്യനും പ്രകൃതിക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള ഒരു വലിയ ശക്തമായ ഒരു പോരാട്ടം, ഒരു സമൂഹത്തിന് ഒരു അടിമയായി കിടന്ന ഒരു സമൂഹ ജനവിഭാഗങ്ങളെ, അടിത്തട്ട് സമൂഹത്തെ ഒരു ഉയർത്തിയെടുക്കുകയും അവരുടെ ശബ്ദമായി മാറുകയും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുകയും ചെയ്ത ഒരു മഹാനായ ഒരു നേതാവായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിന്ന ഒരു മഹത് വ്യക്തിത്വമാണ് VS അച്യുതാനന്ദൻ. അതേപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഉജ്ജ്വലമായ സംഭാവന തൻ്റെ വിയർപ്പ് കൊണ്ട്, തൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ട് നൽകിയിരിക്കുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടി. ഈ മമ്മൂട്ടി ഇവരുടെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പും നിരവധി പേർ SNDPയുടെ ഒരു ഭാരവാഹിത്വത്തിലും SNDP ജനറൽ സെക്രട്ടറിമാരായിട്ടും ഉണ്ടായിട്ടുണ്ട്. കുമാരനാശാൻ ഉൾപ്പെടെയുള്ള മഹാകവികൾ ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പരാമർശങ്ങളും വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ, വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് തങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ്, തങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു ബഹുമതിയും നൽകുന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് കേന്ദ്ര സർക്കാർ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയിരിക്കുന്നത്. ഒപ്പം ഇന്ന് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലേക്കുള്ള നേട്ടങ്ങൾ ഈ 3 പേരുടേതും തന്നെയാണ്. ഒപ്പം ജസ്റ്റിസ് KT തോമസിനും പത്മവിഭൂഷണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം പത്മശ്രീ പുരസ്കാരമാണത് ആലപ്പുഴ സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകി അമ്മയ്ക്കാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അൺസങ് ഹീറോസ് എന്ന വിഭാഗത്തിൽ 45 പേർക്കാണ് ഇത്തവണ പത്മശ്രീ പുരസ്കാരം
പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കുറുമ്പ ഗോത്രവിഭാഗത്തിലെ ചിത്രകാരനായ നീലഗിരി സ്വദേശി ആർ കൃഷ്ണനും മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു പുരസ്കാരങ്ങളുടെ വിവരങ്ങൾ കൂടി സുമോദ്. ഇപ്പോൾ ഈ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 5 പേരിൽ ഇദ്ദേഹം മാത്രമല്ല, VS അച്യുതാനന്ദൻ മാത്രമല്ല, ഇപ്പോൾ ഈ സാഹിത്യ രംഗത്തുള്ള ഒരു പുരസ്കാരം കേരളത്തിൽ നിന്നുള്ള P. നാരായണന് കൂടി പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ജസ്റ്റിസ് KT തോമസിന് കൂടി പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള സമിതിയിലടക്കം ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ നിയമജ്ഞൻ കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് KT തോമസ്. അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ പത്മഭൂഷൺ ബഹുമതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ 5 പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നവരിൽ ഒന്നാമത് നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതുകൂടാതെ KT തോമസ്, അദ്ദേഹം പൊതുരംഗത്തെ സംഭാവനകൾ മുൻനിർത്തി കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിസ് KT തോമസിന് ലഭിക്കുന്നു. ഇതുകൂടാതെ ഉത്തർപ്രദേശിൽ നിന്നും കലാസാഹിത്യത്തിലെ സംഭാവനകൾ മുൻനിർത്തി രാജ്യത്തിനാണ് ഇപ്പോൾ പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെയാണ് ഈ സാഹിത്യത്തിലുള്ള സംഭാവനകൾ മുൻനിർത്തി കേരളത്തിലുള്ള P. നാരായണൻ ലഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 5ാമത്തെ പേരുകാരനായിട്ടാണ് VS അച്യുതാനന്ദന് പൊതുരംഗത്തെ സംഭാവനകൾ നിലനിർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.